വന്ദനെ കാണുന്നു പോലും ഇഷ്ടമല്ലാത്തവര് അത്ര ബുദ്ധിമുട്ട് ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല. എവിടെയാണെന്ന് വെച്ച് ഇറങ്ങിപ്പോകാം. ഈ സമയത്ത് കൃത്യസമയത്ത് ആഹാരം കൊടുക്കേണ്ട കാര്യമൊക്കെ ഭർത്താക്കന്മാരാ ശ്രദ്ധിക്കേണ്ടത്. എനിക്കിപ്പോ ആഹാരം വേണ്ട. അതെന്താ ഹരിതേ, എന്തെങ്കിലും ഒന്ന് കഴിക്കേ. വയറൊഴിച്ചിടാൻ പാടില്ല. അതുകൊണ്ടല്ല, എനിക്കെന്തോ മനം പുരട്ടൽ പോലെ. നിങ്ങൾ കഴിച്ചോ? ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നും, എന്നാലും ഒന്നും കഴിക്കാതിരിക്കാൻ പാടില്ല. പനിയൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കിപ്പോ ഒന്നും വേണ്ട. മനോജ് പോയി കഴിക്കേ. എന്തായാലും മെയിൽ അയച്ചു കഴിഞ്ഞു. ഹരിതേ, നീ കഴിക്കണമെന്നില്ല, അവിടെ ഒന്നിരുന്നാലും മതി. മനോജ് പോയി കഴിച്ചിട്ട് വാ. എന്നാ നിർബന്ധിക്കണ്ട, മനോജ് വന്ന് കഴിക്കേ. സുന്ദരി, ഹരിത എവിടെ? ഹരിതയ്ക്കൊന്നും വേണ്ടാന്ന്. അതെന്താ മനോജെ, ഈ സമയത്ത് ആഹാരം ഒഴിവാക്കാൻ പാടില്ല. ഹരിതയ്ക്കായിട്ടല്ലേ വന്ദന പ്രത്യേകം കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനോജ് ചെന്ന് ഹരിതയും കൂടെ വിളിച്ചിട്ട് വാ. വേണ്ട, ഹരിതയ്ക്കുള്ള ഫുഡ് ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം. വേണ്ട, ഹരിതയ്ക്ക് ആഹാരം വേണ്ടെന്നല്ലേ പറഞ്ഞത്. മനോജെ, നീ ഹരിതയുടെ ഭർത്താവാണെങ്കിൽ വന്ദന ഏട്ടത്തിയാ, അതുകൊണ്ട് തടയണ്ട. ജഗൻ പറഞ്ഞ് ശരിയാ. ചിലപ്പോ മനോജ് ചോദിച്ചുകൊണ്ടായിരിക്കും ഹരിത ആഹാരം വേണ്ടെന്ന് പറഞ്ഞത്. വന്ദന കൊടുത്താൽ കഴിച്ചോളും. അതല്ല, ഹരിതയ്ക്ക് നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അതൊക്കെ ഈ സമയത്ത് സ്ത്രീകൾക്കുണ്ടാവും. നീ ഇപ്പോ വന്ദന ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അന്ന് സംഭവിച്ചതുപോലെ കുഞ്ഞിന്റെ ജീവന് അപകടമാവുമെന്ന് ഭയന്നിട്ടല്ലേ? അതിന് നിന്നെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. കാര്യം ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോരോ പാഠങ്ങളും. പ്രകാശ, നിന്റെ നാവ് വെച്ച് നിനക്കൊന്ന് അടങ്ങിയിരുന്നൂടെ? പ്രകാശേട്ടൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്. മതി, ഇത് അന്നമാണ്. ഇതിന്റെ മുന്നിലെങ്കിലും ഒരു ബഹുമാനം വേണം. ഹരിതേ, സുചിത്രേച്ചി വന്നപ്പോ എനിക്ക് ആഹാരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ഇതും കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ? ഹരിതേ, എന്നോട് പിണങ്ങിക്കോ. ആ പിണക്കം ആഹാരത്തോട് വേണ്ട. അത്താഴം കഴിക്കണം, പ്രത്യേകിച്ച് ഈ അവസ്ഥ. എനിക്കൊന്നും വേണ്ട. പറ്റില്ല, ആഹാരം കഴിച്ചേ പറ്റൂ. ഹരിതയുടെ പാടുപോലെ ആയിക്കോട്ടെ എന്ന് കരുതി വിട്ടതായിരുന്നു. എന്തു പറ്റി മനംമാറ്റത്തിന്? എന്റെ അമ്മായിയമ്മ ഇവിടെ വന്നിരുന്നു. നിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അമ്മയോളം വരില്ലല്ലോ അമ്മായി അമ്മയുടെ വാക്ക്. അത് ഹരിതയ്ക്ക്. എനിക്ക് അമ്മയും അമ്മായിയമ്മയും രണ്ടും അമ്മമാരാ. ഹരിതയുടെ അമ്മ, എന്റെ അമ്മായിയമ്മ, എന്നൊരു കാര്യം ഏൽപ്പിച്ചു. എനിക്കത് ചെയ്തേ പറ്റൂ. ദേ, രാത്രി വയറൊഴിച്ചിടാൻ പാടില്ല. അതിലൊരു കുഞ്ഞു ജീവനുള്ളതാ. എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അതിന് ഞാൻ നാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. ഛർദില് വരില്ല. ഛർദിയെ തടയാൻ ചെറുനാരങ്ങ നല്ലതാ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹരിതേ, ഞാൻ പറഞ്ഞു ഈ സമയത്ത് അത്താഴം ഒഴിവാക്കാൻ പാടില്ലാന്ന്. വെറുതെ വാശി പിടിക്കരുത്. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഫുഡ് ആവശ്യമാ. പക്ഷെ നിങ്ങൾ തരുന്ന ഈ ഫുഡ് എന്റെ കുഞ്ഞിനെ കൊന്നാലോ? ഹരിതേ, കഴിക്ക്. ഈ വാശിക്ക് കളാ. ഇറങ്ങി പൊക്കോണം എന്റെ മുന്നിന്ന്. പറഞ്ഞത് കേട്ടില്ലേ?
എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വലിയ മാതൃകാ നാത്തൂനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലണ്ടെന്ന്. അവൾ ആട്ടി പുറത്താക്കി കാണും. വലിയ മാതൃകക്കാരിയായിട്ട് ചമഞ്ഞിറങ്ങുന്നതിന് മുമ്പേ കയ്യിലിരിപ്പ് നന്നായിരിക്കണം. അല്ല ചിലപ്പോ കാരണം പൊളിയും. നിർത്ത്. എന്നാ മനോജെ നിനക്ക് എന്റെ മോള് മോശക്കാരിയായത്? ആര് തെറ്റ് ചെയ്താലും എന്റെ വന്ദനമോള് തെറ്റ് ചെയ്യില്ല. അതുകൊണ്ട് അവളെ ആരും ഭരിക്കണ്ട. വന്ദനെ കാണുന്നു പോലും ഇഷ്ടമല്ലാത്തവര് അത്ര ബുദ്ധിമുട്ട് ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല. എവിടെയാണെന്ന് വെച്ച് ഇറങ്ങിപ്പോകാം. പോയതാ ഈ രാത്രിയില്? അത് അച്ഛാ, എനിക്കൊരു മെഡിസിൻ വാങ്ങണമായിരുന്നു. കൊള്ളാം. ഗർഭിണിയായ ഒരു പെണ്ണ്, അതും ഈ രാത്രിയില്. കൂട്ടിനൊരു തുണ പോലും ഇല്ലാതെ ഈ നടുറോഡില്. കൊള്ളാം. ഒരച്ഛന് ഇതിൽ പര സന്തോഷിക്കാൻ എന്താ വേണ്ടത്? വാ, ഒന്ന് വണ്ടി കയറ്. അതെ, എന്റെ വീട്ടിലേക്കല്ല, നീ ഇപ്പൊ താമസിക്കുന്ന മാധവൻ നായരുടെ വീട്ടിൽ കൊണ്ടാക്കാന്നാ ഞാൻ പറഞ്ഞത്. വാ. അച്ഛാ, നീ എന്റെ മകളാ, എന്റെ രാജകുമാരി. ഏതൊരച്ഛനെയും പോലെ ഒരു കാലത്ത് നിന്റെ ചിരിയിൽ ചുരുങ്ങിപ്പോകുന്നതായിരുന്നു ഈ അച്ഛന്റെ ലോകം. അതെ, കണ്ടിട്ട് കാണാത്ത പോലെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാനാകില്ല എനിക്ക്. അത് മനസ്സിലാക്കണമെങ്കിൽ നീ അമ്മയായാലും പോരാ, അച്ഛൻ തന്നെ ആവണം. സ്വന്തം സ്വപ്നങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കണം. അച്ഛാ, ഇനി ഞാനൊന്നും അച്ഛന്റെ മുന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നില്ല. ആ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി.